രാവിലെ സമയം 5 മണി. എന്നത്തെയും പോലെ തന്നെ മയക്കത്തിൽ നിന്നും ആദ്യം എഴുന്നേറ്റത് ദർശായിരുന്നു. അവൻ പതിയെ കണ്ണു തുറന്നു നോക്കി. മയക്കത്തിലും തന്റെ നെഞ്ചിലേക്ക് കൈകൾ കൊണ്ട് തന്നെ ചേർത്തു പിടിച്ച് കിടക്കുന്നവളെ കണ്ടതും അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു. അവൻ പതിയെ തല ഉയർത്തി നോക്കി. എപ്പോഴോ മയക്കത്തിൽ അവളുടെ സാരി മാറിയിരിക്കുന്നു. അതിൽ തെളിഞ്ഞ് അവളുടെ ഭാഗികമായ നഗ്നത കണ്ടതും അവൻ പ്രണയത്തോടെ പതിയെ അവളുടെ സാരി എടുത്ത് അവളുടെ ശരീരം മറച്ചു വെച്ചു. ആ നിമിഷങ്ങളിൽ അവൻ്റെ കണ്ണുകളിൽ കാമം നിറഞ്ഞില്ല, പ്രണയമായിരുന്നു. സാരി അവളെ ഒന്ന് പുതപ്പിച്ചതിന് ശേഷം അവൻ എഴുന്നേറ്റതും അവളെ പതിയെ തൻ്റെ നെഞ്ചോട് ചേർത്തു. ആദ്യമൊന്ന് വിറച്ചു, എങ്കിലും വേദ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ മയക്കത്തിലേക്ക് വീണു. ദർശ വിടരുന്ന കണ്ണുകളോടെ അവളെ നോക്കി. അറിയാതെയുള്ള അവളുടെ ഉറക്കം കണ്ടതും അവന് മനസ്സിലായി തലേ ദിവസമുള്ള തൻ്റെ പ്രവൃത്തി അവളെ ഉറക്കിയിട്ടില്ല എന്ന്. അവൻ്റെ ഉള്ള് അവളോടുള്ള പ്രണയത്താൽ നിറഞ്ഞു. ദർശ മൗനമായി അവളെ ഒന്ന് നോക്കിക്കിടന്നു. അവൻ്റെ ഉള്ള് ഇങ്ങനെ മൊഴിയുന്നുണ്ടായിരുന്നു: വേദ, മാപ്പ് ചോദിച്ചാൽ തീരുന്നതല്ല ഞാൻ നിന്നോട് ചെയ്തത്. ഒരു പക്ഷേ ഞാൻ നിന്നെ വിശ്വസിച്ചിരുന്നു എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന്. പക്ഷേ തെറ്റുപറ്റിപ്പോയി. തിരുത്താൻ പറ്റാത്ത പല കാര്യങ്ങളും നടന്നു. ഇനി എനിക്ക് ആകെ നിന്നോട് ചെയ്യാൻ പറ്റുന്നത് നിന്റെ മുറിവുകളിൽ മരുന്ന് പുരട്ടുക എന്നതാണ്. അത് ഞാൻ ചെയ്യും. പക്ഷെ അവസാനം ഞാൻ എനിക്കൊപ്പം ഉണ്ടാകൂ വേദ. എൻ്റെ പ്രാണനായി സ്നേഹിച്ചോളാം ഞാൻ, ജീവന് തുല്യം. എനിക്കൊരവസരം തരുമോ? അവൻ്റെ മനസ്സ് അത് പറയുമ്പോൾ തന്നെ കല്യാണ ദിവസം രാത്രി നടന്ന കാര്യങ്ങൾ അവൻ്റെ ഓർമ്മയിൽ കടന്നു വന്നു. അത് വന്നതും കുറ്റബോധവും വേദനയും കൊണ്ടവൻ്റെ ഹൃദയം നീറി. പക്ഷെ ആ വേദന അവൻ മറക്കാൻ തീരുമാനിച്ചു. ഈ നിമിഷങ്ങൾ നശിക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ. അതിനാൽ തന്നെ അവളെ നെഞ്ചോട് ചേർത്ത് കിടന്നുകൊണ്ട് അവൻ പതിയെ പതിയെ തട്ടിക്കൊണ്ടിരുന്നു, ഒരു കുഞ്ഞു കുട്ടിയെ ഉറക്കാൻ എന്ന പോലെ. രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ദർശ ഇന്ന് വേദിയിൽ നിന്നും എഴുന്നേക്കാൻ തോന്നാത്തതുപോലെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടേയിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ദർശ മയക്കത്തിലേക്ക് വീണു. സൂര്യന്റെ വെളിച്ചം റൂമിലേക്ക് അടിച്ചു കയറുമ്പോഴാണ് വേദ കണ്ണുകൾ തുറന്നത്. ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല, എന്താണ് താൻ എന്തെടുക്കുകയാണ് എന്നൊന്നും. എന്നാൽ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾക്ക് മനസ്സിലായി താൻ ദർശന്റെ നെഞ്ചിലാണ് കിടക്കുന്നത് എന്ന്. അത് മനസ്സിലായതും പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേറ്റു. വേഗം ബാത്റൂമിനുള്ളിലേക്ക് ഓടി. അവളിലാകെ വെപ്രാളം നിറഞ്ഞു. ബാത്റൂമിനുള്ളിൽ കയറി വേദ എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ദർശ കണ്ണുകൾ തുറന്നത്. അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നുവെങ്കിലും അതിനേക്കാൾ കൂടുതൽ വേദനയായിരുന്നു സ്ഥാനം പിടിച്ചത്. തന്നിൽ നിന്നും വേദ ഓടി അകലുന്നത് എന്തുകൊണ്ടാണ് എന്നവന് മനസ്സിലായില്ല. പക്ഷേ അവളുടെ ഉള്ള എന്താണ് എന്നറിയുന്ന നിമിഷം ദർശന് അത് കടന്നു വരാൻ കഴിയുമോ? അവൾ കുളിച്ച് റെഡിയായി പുറത്തു വരുമ്പോഴേക്കും ദർശനെ കണ്ടില്ല. ദർശ എഴുന്നേറ്റിരുന്നു. അവൻ എവിടെയെന്ന് ആലോചിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവൻ്റെ വർക്കൗട്ട് റൂമിൽ നിന്നും ചെറിയ ശബ്ദങ്ങൾ കേട്ടു. അപ്പോൾ തന്നെ അവൻ എവിടെയാണ് എന്നവൾക്ക് മനസ്സിലായി. വസ്ത്രങ്ങളെല്ലാം നേരെയാക്കി എന്നിട്ട് ചെറുതായി ഒരുങ്ങിയിട്ട് താഴെ കിച്ചണിലേക്ക് പോയി. ശേഷം അവിടെ നിന്ന് അവൻ ഒരു ഗ്ലാസ് രാവിലത്തെ ഗ്രീൻ ടീയുമായി അവൾ കയറി വന്നു. അവൾ വരുമ്പോഴേക്കും അവൻ ബാത്റൂമിൽ കയറിയെന്നു. വെള്ളം വീഴുന്ന ശബ്ദം കേട്ട വേദ അവൻ്റെ ഗ്രീൻ ടീ അവിടെ വെച്ചിട്ട് പോയി. അവൾ പോയത് ദേവൂട്ടിയുടെ റൂമിലേക്കായിരുന്നു. തന്നെ കണ്ട് അവൾ ഭയപ്പെടുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും വേദ പതിയെ ദേവൂട്ടിയുടെ റൂമിനുള്ളിലേക്ക് കയറി. എന്നാൽ ബെഡിൽ അവൾ ഇല്ലായിരുന്നു. വേദയുടെ കണ്ണുകൾ അവളെ തേടി നടക്കുമ്പോൾ ജനലിനടുത്തായി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ദേവുവിനെ കണ്ടതും വേദയുടെ കണ്ണുകൾ വികസിച്ചു. അവൾ പതിയെ ദേവുവിൻ്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ദേവൂട്ടി, വേദയുടെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അടുത്ത് വേദയെ കണ്ടതും ദേവുവിൻ്റെ കണ്ണുകളിൽ ഒന്ന് സംശയം നിറഞ്ഞുവെങ്കിലും
കുറെ നേരമായി തനിക്ക് കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തി എന്ന നിലയിൽ വേദയിൽ അവളൊരു വിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഭയമൊന്നും ദേവുവിൽ നിറഞ്ഞില്ല. അവൾ പതിയെ വേദയെ നോക്കി, എന്നിട്ട് ചെറുതായി ചിരിച്ചു. ദേവുട്ടിയുടെ കണ്ണുകളിൽ ഭയമില്ല എന്ന് മനസ്സിലായപ്പോൾ ദേവ പതിയെ അവൾക്ക് അരികിലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, പേടിക്കണ്ട, എഴുന്നേറ്റിട്ട് കുറെ നേരമായോ? ഇല്ല, കുറച്ചു നേരം, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അപ്പോഴാണ് വേദ അത് ശ്രദ്ധിക്കുന്നത്. അവളുടെ വസ്ത്രം വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മുഖത്ത് നല്ല ക്ഷീണവുമുണ്ട്. ആകെ വല്ലാതെ ഇരിക്കുന്നു. ഒന്ന് കുളിച്ചാലോ? വേദയുടെ വാക്കുകൾ കേട്ടതും ദേവു സ്വയം ഒന്ന് നോക്കി. അത് അവളുടെ കയ്യിൽ വസ്ത്രമില്ല എന്ന കാര്യമായിരുന്നു. അത് മനസ്സിലായ വേദ പെട്ടെന്ന് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ദേവു അവൾ പോകുന്നതെന്ന് നോക്കിയിട്ട് പിന്നെ പുറത്തേക്ക് നോക്കി നിന്നു. വേദ നേരെ പോയത് തങ്ങളുടെ റൂമിലേക്കായിരുന്നു. റൂമിനുള്ളിൽ കയറിയതും വേദ ഒന്ന് സ്റ്റക്കായിപ്പോയി. കുളി കഴിഞ്ഞിറങ്ങി വരുന്ന ദർശനെ കണ്ടതും അവളൊന്ന് പതറി. കാരണം അവൻ അവളെ നോക്കി നിൽക്കുന്നത് അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അവന്റെ കണ്ണുകളിലെ തീക്ഷ്ണഭാവം അത് അത്രയ്ക്കുമുണ്ടായിരുന്നു. അതിനാൽ തന്നെ വേദ മറ്റൊന്നും ചിന്തിക്കാതെ തൻ്റെ കബോർഡിലേക്ക് പോയി അത് തുറന്നു. എന്നിട്ട് അവൾ ഉപയോഗിക്കാത്ത ദാവണി സെറ്റും ഒപ്പം ഇന്നർ വെയർ എടുത്തു. ദേവും വേദയുടെ അതേ ശരീരപ്രകൃതിയാണ്. കുറച്ചുകൂടെ തുടുത്ത ശരീരമാണ് ദേവുവിൻ്റെ. എന്നാലും വേദയുടെ കുറച്ച് ലൂസായ വസ്ത്രങ്ങളാണ് അവൾ ദേവുവിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ഡ്രസ്സെല്ലാം എടുത്ത് തിരിയുമ്പോൾ വേദ കാണുന്നത് കഴുത്തിൽ ടർക്കിയൊക്കെ ഇട്ട് തന്നെ നോക്കി നിൽക്കുന്ന ദർശനയാണ്. അതിനാൽ തന്നെ വേദ അവനെ നോക്കാതെ, ദേവുവിന് ഇടാൻ ഡ്രസ്സ് വേണം, അത്രയും പറഞ്ഞ് വേദ പോകുമ്പോൾ അവൻ്റെ ഉള്ളിൽ സന്തോഷവും ഒരുപോലെ വേദനയും നിറഞ്ഞു. ദേവുവിൻ്റെ വസ്ത്രത്തിൻ്റെ കാര്യം നേരത്തെ ഡിസൈനേഴ്സിന് ദർശ അറിയിച്ചതിനാൽ അവർ ഇപ്പോൾ വരും. പിന്നെ താൻ പറയാതെ തന്നെ ദേവുവിൻ്റെ കാര്യങ്ങളിൽ വേദ കാണിക്കുന്ന ശ്രദ്ധ, അവനിൽ സന്തോഷവും ഒപ്പം ഇതേ അവസ്ഥയിൽ വേദ നിന്നപ്പോൾ താൻ അവളോട് കാണിച്ച അനീതി ഓർത്തതും അവനിൽ വേദനയും നിറച്ചു. ഇതേ സമയം ദേവുവിൻ്റെ അടുത്തേക്ക് വേദ വസ്ത്രവുമായി ചെല്ലുമ്പോൾ താൻ പോയപ്പോൾ ദേവു നിന്ന അതേ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും അവൾ. വേദ കയറി വന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ മുറ്റത്തോട്ട് നോക്കി നിൽക്കുന്ന ദേവുവിനെ കണ്ടതും വേദയൊന്ന് മുരടനക്കി. പെട്ടെന്ന് ദേവു ചിരിയോടെ നോക്കി. വസ്ത്രമായി ചിരിയോടെ നിൽക്കുന്നവളെ കണ്ടതും ദേവുവിൻ്റെ മുഖത്തും ഒരു ചിരി തെളിഞ്ഞു. വേദ പതിയെ അവൾക്കരികിലേക്ക് വന്നിട്ട്, ഇന്ന ഡ്രസ്സ്, താനൊന്ന് ഫ്രഷ് ആയിട്ട് വാ. ദേവു പെട്ടെന്ന് ആലോചനയോടെ അവളെ നോക്കി. എന്നിട്ട് പതിയെ തലയായിട്ടിട്ട് അവൾ പതിയെ വസ്ത്രങ്ങൾ എടുത്ത് ബാത്റൂമിലേക്ക് പോയി. അവൾ കുളിക്കാൻ പോയി എന്നുറപ്പാക്കിയതിന് ശേഷമാണ് വേദ ഹാളിലേക്ക് വന്നത്. ഹാളിലേക്ക് വന്നതും അവിടെ ദർശു ഉണ്ടായിരുന്നു. അവൻ TV ഓണാക്കിയിട്ട് അവിടെ നിൽക്കുകയാണ്. അത് കണ്ട വേദ അവനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് TV-യിൽ നിന്നും ആ ശബ്ദം കേട്ടത്. പ്രശസ്ത സയന്റിസ്റ്റ് ദേവൻ നമ്പ്യാരുടെ മരണത്തിൽ വഴിത്തിരിവ്. 6 വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ എന്ന രീതിയിൽ കണ്ട് ദേവൻ നമ്പ്യാരുടെ മരണത്തിൽ പുതിയ വഴിത്തിരിവ്. തൻ്റെ പുതിയ മെഡിസിൻ്റെ കണ്ടെത്തലുകളാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് എത്തിച്ചേക്കുന്നത്. ഒപ്പം അതൊരു സൂയിസൈഡ് അല്ല, കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഒരു സൂയിസൈഡ് എന്ന പേരിൽ കേസ് ക്ലോസ് ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ വിവരങ്ങളും ഒരു പെൻഡ്രൈവിലായി ഒരു 16 വയസ്സുകാരി പെൺകുട്ടിയെ ഏൽപ്പിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ പോരാട്ടമാണ് ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ സത്യങ്ങൾ വെളിയിൽ വരാൻ കാരണം. വേദിക തൻ്റെ 16-ാം വയസ്സിൽ നേരിട്ട കാര്യങ്ങളും ഒപ്പം വർഷങ്ങൾക്ക് ശേഷം അവൾ ആ കേസ് തെളിയിക്കാൻ ശ്രമിച്ചതും എല്ലാം തന്നെ ന്യൂസ് റീഡർ പറയുന്നത് ഞെട്ടലോടെയായിരുന്നു വേദ കേട്ടത്. അവളുടെ കണ്ണുകളും അതിലായിരുന്നു. ആ ന്യൂസിൽ മൊത്തം നിറഞ്ഞു നിന്നത് വേദയുടെ പോരാട്ടമായിരുന്നു. വേദ പിടച്ചിലൂടെ നിന്നു. അവളുടെ ഉള്ളിൽ വിറയ്ക്കുകയായിരുന്നു. ഇത്രയും കാലം ഒരു പെൺകുട്ടിയും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവൻ കേട്ടു. എല്ലാം അവളുടെ ഓർമ്മയിൽ നിറഞ്ഞു. ഇതേ സമയം കേരളത്തിൽ വേദയുടെ വീട്ടിൽ അവളുടെ കുടുംബം അവർ കേട്ട കാര്യങ്ങളിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു. അവളുടെ അച്ഛൻ
നെഞ്ചിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ടി വിയിൽ നോക്കിയിരിക്കുകയാണ്. അവളുടെ ഉള്ളിൽ അയാളുടെ ഉള്ളിൽ തന്നെ നോക്കി കരയുന്ന ആ കുഞ്ഞിൻ്റെ മുഖമായിരുന്നു. തുടരുന്നു. അപ്പോൾ ഇന്ന് വേർഡ്സ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഞാൻ എഡിറ്റ് ചെയ്തതൊന്നും കറക്റ്റ് ആയിട്ടില്ല. പിന്നെ ഞാൻ കഥ വായിച്ചു വിടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്ന് കഥ എഴുതാനും അത് പോസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ദിവസമായിരുന്നില്ല, ബിക്കോസ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കമൻ്റായിട്ടും നിങ്ങളുടെ വിഷസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കഥയുടെ അഭിപ്രായം പറയണം. പിന്നെ നാളെ കാണാം. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇട്ടതാണ്. ഇതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയണം. നാളെ നല്ലൊരു പാട്ട് തന്നെയായിട്ട് വരാം കേട്ടോ. താങ്ക് യു ഓൾ.